ശ്രീകുമാർ, ഈ മുൻപൊരു പാർട്ടി കോൺഗ്രസിൽ CPM-ന്റെ മുഖ്യ ഉത്തരവാദിത്വം എന്താണ് എന്നൊരു ചർച്ച നടന്നു. വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണെന്നായിരുന്നു ഒടുവിൽ പറഞ്ഞു വെച്ച കാര്യം. അതിനായി എന്തൊക്കെ പ്രചാരണം നടത്താമോ അതെല്ലാം ചെയ്യണം എന്ന്. പാർട്ടി കോൺഗ്രസിൽ എടുക്കുന്ന തീരുമാനം പോലും നടപ്പിലാക്കാൻ പറ്റാത്തത്ര ഗതികേടിലോ CPM? ഞാൻ ഈ കോൺഗ്രസിനെ മാറ്റി നിർത്തുന്നില്ല കേട്ടോ. ഇതിപ്പോൾ CPM എന്ന പ്രധാന വിഷയം ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് CPM-നെ കുറിച്ച് ചോദിക്കുന്നത്. അല്ല, കോൺഗ്രസിനെ മാറ്റി നിർത്തേണ്ടി വരും കൃഷ്ണരാജ്. കാരണം കോൺഗ്രസ് CPM-നെ പോലുള്ള ഒരു വർഗീയ മത താല്പര്യങ്ങൾക്ക് വേണ്ടി അടിയറവ് പറഞ്ഞിട്ടില്ല ഇന്നേ വരെ. നിങ്ങൾ നോക്കൂ, CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല അതിന്റെ പേര്. ഇന്നിപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇന്നിപ്പോ ഈ അയ്യപ്പന്റെ ഈ പാരഡി പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാത്ത ഏക ചാനൽ CPM-ന്റെ ചാനലാണ്. മനസ്സിലായോ? ബാക്കി എല്ലാ ചാനലും ഈ പാരഡി പാട്ടാ ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? കേസെടുത്തു എന്നുള്ളതാണ്. ആ പാട്ട് പാടിയവർക്കെതിരെയും എഴുതിയവർക്കെതിരെയും കേസെടുത്തു. ആര്? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേട്ടോ. ആവിഷ്കാര സ്വാതന്ത്ര്യം, എഴുതാനുള്ള സ്വാതന്ത്ര്യം, പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം, പാട്ടുപാടാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം ഭരിക്കുന്ന കേരളത്തിലെ ഒരു പാട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് എഴുതിയെന്ന് കേസെടുത്തിരിക്കുകയാണ്. ഇത് നോക്കൂ, CPM-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ ഇടത് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ കുറെ പേര് ഇവരുടെ പിന്നാലെ നടക്കുന്നുണ്ട്. അവരൊക്കെ ഇനി പ്രതികരിക്കേണ്ടതല്ലേ? പ്രതികരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഒരു പാട്ട് കേട്ടിട്ട് ഇവർക്ക് ഭയന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവര് ഭരിച്ച 9.5 വർഷം അവർ നേടിയ നേട്ടങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. എന്നൊരു പാട്ടിനെ ഭയക്കുക, ആ പാട്ട് എഴുതിയാത്തതിനെ കേസെടുക്കുക എന്നോ ആലോചിച്ച് നോക്കൂ. കേരളമാണിത്. എന്തൊരു കഷ്ടമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പൊ സിനിമാ ഫെസ്റ്റിവൽ നടക്കുക. അപ്പൊ അതിൽ ഏതോ സിനിമകളൊക്കെ നിരോധിച്ചു എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്കെതിരെ പറഞ്ഞവരാണ് ഇന്ന് ഈ പാട്ടിനെതിരെ കേസെടുത്തത്. സത്യം പറഞ്ഞുണ്ടല്ലോ, കേരളത്തിലെ CPM അധികാരമൊന്നും വേണ്ട ബംഗാൾ ആവാനായിട്ട്. പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഇത് എന്തൊരു നാണംകെട്ട് ഏർപ്പെടാൻ തോന്നില്ലേ? കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ എന്തൊക്കെ കാണുന്നു നാട്ടിലെ പാട്ടുകള്, നാടകങ്ങള്. ഇത്തരത്തിൽ നാടകം കളിക്കാൻ പറ്റുമോ നാളെ? എന്നിട്ട് ഇപ്പൊ അവര് ഇപ്പൊ എന്താണ് അയ്യപ്പനെ ഭക്തിയെ കുറിച്ചാണ് അവർ പറയുന്നത്. ഈ ആചാരലംഘനം നടത്തിയ കാലത്തെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഇവിടെ കൃഷ്ണരാജ് ചോദിച്ചൊരു കാര്യമുണ്ട്. പാർട്ടി കോൺഗ്രസും സെക്രട്ടേറിയറ്റും കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളാണോ ഇവർ നടപ്പാക്കുന്നത്? പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ ഇവർക്കൂടെ ഭരിക്കാൻ പറ്റില്ല. കാരണം പാർട്ടി കോൺഗ്രസ്, ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് ഹർകിഷൻ സിംഗ് സൂർജിത്ത് ഇപ്പോഴെ കഴിഞ്ഞ തവണ നടന്നതല്ല, 3-4 വർഷം മുമ്പ് നടന്നതല്ല. ഹർകിഷൻ സിംഗ് സൂർജിത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് നടന്നു. ആ പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു ഇനം എന്താ അറിയാമോ? സ്ത്രീകളുടെ കാര്യത്തിൽ പാർട്ടിക്ക് പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ്. അതിനുശേഷമാണ് ഒരുപാട് സ്ത്രീ പീഡന കഥകൾ പാർട്ടിക്കുള്ളിൽ വന്നതും പാർട്ടിക്ക് സ്വന്തം കോടതി ഉണ്ടെന്നും സ്വന്തം പോലീസ് ഉണ്ടെന്നും പറഞ്ഞത്. അപ്പൊ ആ തീരുമാനം എന്തായി? ഇനി പാലക്കാട് പ്ലീനം നടത്തി. പാലക്കാട് പ്ലീനത്തിൽ അവരുടെ തീരുമാനം എന്താ? അന്ധവിശ്വാസത്തിനെതിരെ ബില്ല് കൊണ്ടുവരും. എവിടെയാ ബില്ല്? ശ്രീ ഹക്സറെ, എവിടെ ബില്ല്? അന്ധവിശ്വാസം CPM-ന് ആവശ്യമാ. കാരണം അന്ധവിശ്വാസത്തിന്റെ ഒപ്പമുള്ളവരുടെ വോട്ട് കിട്ടണം. അപ്പൊ അതും മാറ്റിവെച്ചു. പിന്നെ അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് എടുത്ത തീരുമാനം എന്താ? സമ്മേളനങ്ങൾക്ക് എടുത്ത തീരുമാനം ഇടത് പുരോഗമന ജനാധിപത്യ ശക്തികൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം ഇപ്പൊ അവര് പറയുമ്പോൾ ഞങ്ങൾ അന്ന് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടിക്കൂടിയത് തെറ്റായി എന്ന് പറയണ്ടേ? ഇവിടെ PDP UDF-നൊപ്പം ചേർത്തു എന്ന് പറഞ്ഞു. അക്സറ പറഞ്ഞെന്ന് തോന്നുന്നു. തെറ്റുണ്ട്, ക്ഷമിക്കുക കേട്ടോ. ഒരാൾ പറഞ്ഞു PDP ഇപ്പൊ UDF-ന്റെ എവിടെയാ ചേർത്തത്? PDP LDF-നാ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അതൊക്കെ പോട്ടെ, നിങ്ങൾ കുറെ കണക്കുകളൊക്കെ പറഞ്ഞല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമൊക്കെ SCP-യുടെ ഒക്കെ പറഞ്ഞല്ലോ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മറ്റേ ജമാഅത്തെ ഇസ്ലാമി ഈ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ്, നമ്മളുടെ തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള എനിക്കൊന്ന് അരുവിക്കരയാന്ന് തോന്നുന്നു ഉപതെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ പിന്തുണ കൊടുത്ത ആർക്കാ? ഞാൻ പറഞ്ഞത് കൃഷ്ണരാജ്, നമുക്ക് സത്യം പറഞ്ഞാലേ കേരള രാഷ്ട്രീയത്തിലെ CPM എടുക്കുന്ന നിലപാട് ഗവേഷണ വിഷയമാക്കണം. കാരണം രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. എന്താ കാരണം എന്നറിയാം കൃഷ്ണരാജെ? അവർക്ക് ഭരിക്കാനുള്ള ആർത്തി മൂത്ത് അവരവരുടെ എല്ലാ തീരുമാനങ്ങളും മാറ്റിമറിക്കുക. ഭരണം ഇത് തന്നെ വേണം അവർക്ക്. അല്ലെങ്കിൽ നോക്കൂ, അയ്യപ്പ സംഗമം നടത്തിയിട്ട് നടത്തുമ്പോഴേ ആളുകൾ പറഞ്ഞു ഇത് നിങ്ങൾ നടത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നടത്താനുള്ള യോഗ്യതയില്ല. അതിനുശേഷം NSS പറഞ്ഞു പിന്താങ്ങി. അപ്പൊ NSS-നെ കൂടെ കൂട്ടി, SNDP കൂടെ കൂട്ടി.
പക്ഷെ എന്തുകൊണ്ടാണ് നായന്മാരും ഈഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ പിന്തുണയ്ക്കാതെ എന്തുകൊണ്ടാ? പക്ഷെ എപ്പോഴും അവർ പറയുന്നതറിയോ, ഇവരൊക്കെ ഞങ്ങളുടെ പോകാന്ന. എന്നാ തെളിവ് എവിടെ? തെളിവില്ല. അത് പഠിക്കുക. ഇതെന്താണ് ശ്രീ ഹക്സർ ഇതൊക്കെ പഠിച്ചു കഴിയുന്നത്? ഹക്സർ എന്തായാലും മാന്യമായിട്ട് CPM രാഷ്ട്രീയത്തിൽ നോക്കിക്കാണുന്ന ആളാ, ഒരു അന്തംഗമ്യല്ല. പക്ഷെ ഹക്സർക്ക് പോലും ഇവിടെ വന്ന് പറയുമ്പോഴേ കൃത്യമായ കണക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്താ തിരുവനന്തപുരം ആരാ CPM ഉണ്ടോ? ഇല്ല. അവിടെ തോറ്റോ? തോറ്റു എന്ന് ഞങ്ങൾ പറയില്ല. പിന്നെ എങ്ങനെയാ? അവിടെ കോൺഗ്രസ് BJP അഡ്ജസ്റ്റ്മെന്റാ. എന്നിട്ട് എന്താ പറയാ? കോൺഗ്രസ് 3-ാം സ്ഥാനത്തെത്തി. ശരിയാണ്, കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് എത്തിയത് കോൺഗ്രസിനോട് വോട്ടില്ല. അത് ഇവർക്ക് എന്തിനാ സങ്കടം? എന്തിനാ? എനിക്കതാ മനസ്സിലായത്. എന്നാ പിന്നെ ഒരു കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ ശ്രമിക്കണ്ടേ? അപ്പൊ അത് കഴിഞ്ഞു. കൊല്ലം കയ്യിൽ നിന്ന് പോയി. എത്ര വർഷം മുമ്പുള്ളതാ? അവിടുത്തെ പ്രേമേന്ദ്രൻ RSP എങ്ങനെയാ പോയത്? ഇവര് അഹങ്കാരം കാണിച്ചു. RSPയെ തള്ളിക്കളഞ്ഞിട്ട് ആ സീറ്റ് അങ്ങ് ഏറ്റെടുത്തു. RSP UDF വിട്ടു, അല്ല LDF വിട്ടു, മത്സരിച്ചു. MP സ്ഥാനം അവരുടെ കയ്യിലായി. ഇപ്പൊ ആ കോർപ്പറേഷൻ അവരുടെ കയ്യിലായി. കുറെ പഞ്ചായത്തുകളും കിട്ടി. അതുപോലെ തന്നെ മറ്റേ എറണാകുളം എന്നെ പോട്ടെ, തൃശ്ശൂര് കോർപ്പറേഷൻ അവരുടെ കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ തവണ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു, കോൺഗ്രസ് വിരോധിനെ പിടിച്ച് ഭരിച്ചു, അതും പോയി. കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോയില്ലേ? കോർപ്പറേഷൻ കഷ്ടിച്ച് 3-4 സീറ്റിന് അവർ ഭരിക്കുക. ജില്ലാ പഞ്ചായത്ത് ആരുടെ കയ്യിലാ? UDF തിരിച്ചു പിടിച്ചു. കണ്ണൂരത്തെ അവസ്ഥ എന്താ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ, പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി, DYFIയുടെ നേതാക്കളെ, ഇവരെല്ലാം ഉള്ള കണ്ണൂരിലെ കോർപ്പറേഷൻ ആരുടെ കയ്യിലാ? കോൺഗ്രസിന്റെ കയ്യില്. നാട്ടിലെ എല്ലായിടത്തും CPM ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, ജനത്തെ ചേർത്ത് പിടിച്ചിരിക്കുക അവര്. പക്ഷെ പഞ്ചായത്തുകളൊക്കെ UDF-ന്റെ കയ്യില്. ഞാൻ അങ്ങനെയൊക്കെ വരാം.